Hello, good morning. Today we are discussing the chapter The Education of a British Protected Child by Chinua Achebe. The essay The Education of a British Protected Child is taken from the book with the same title. Okay, ഈ ഒരു chapter, ഈ ഒരു essay, it's taken from his collection of the book that is entitled the same title. Okay. This book is a collection of the autobiographical essay. അതായത് ദ എഡ്യൂക്കേഷൻ ഓഫ് എ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്ന പുസ്തകം ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് എൻ കളക്ഷൻ ഓഫ് ദി ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേ ആണ്. അതിലൊരുപാട് ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ ദ സെൽഫ് ബയോഗ്രഫി ഓർ ദ ബയോഗ്രഫി ഓഫ് ദ റൈറ്റർ ഹിംസെൽഫ്. ആൻഡ് ഹിയർ ഇറ്റ് ഡീൽസ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ്. ആൻഡ് അതുമാത്രമല്ല ഈ ഒരു കളക്ഷൻ ഓഫ് എസ്സേയിൽ ഒരുപാട് സബ്ജക്റ്റുകൾ ഡീൽസ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഫ്രം പൊളിറ്റിക്കൽ ടു ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് ടു ദ പേഴ്സണൽ. ഓക്കെ, അതായത് പൊളിറ്റിക്കലായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആൻഡ് ഓൾസോ പേഴ്സണലായ ഒരുപാട് എലമെൻറ്റ്സ് ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് എക്സെപ്റ്റ് മീൻ ഷോർട്ട് പീസ് ഓഫ് റൈറ്റിംഗ് ആണ്. അച്ചേബെ ഗിവ്സ് us the picture of his child years in colonial Nigeria. നമ്മുടെ ഈ ഒരു റൈറ്റിങ്സിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് നൈജീരിയയിലുള്ള അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. കൊളോണിയൽ നൈജീരിയ, അതായത് കോളനി വൽക്കരിക്കപ്പെട്ട നൈജീരിയയിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. ആൻഡ് ഓൾസോ റീകോളിംഗ് ബോത്ത് ഹാപ്പി ആൻഡ് ഇൻട്രസ്റ്റിംഗ് പീസസ് ഓഫ് ഹിസ് മെമ്മറി അലോങ് വിത്ത് ദ ബിറ്റർ ട്രൂത്ത് ഓഫ് കൊളോണിയൽ റൂൾ. അദ്ദേഹം ഇതിൽ അദ്ദേഹത്തിൻ്റെ ഹാപ്പി ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളും അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്പുള്ള ചില കൊളോണിയൽ റൂൾസിൻ്റെ യാഥാർത്ഥ്യങ്ങളും അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് Achebe begins the essay by warning the reader not to expect a scholarly work. അദ്ദേഹം എസ്സേ തുടങ്ങുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഞാനിപ്പോൾ പറയുന്ന എസ്സേ ഒരു സ്കോളർലി ആയിട്ട് ഉള്ള ഒരു പീസ് ഓഫ് റൈറ്റിംഗ് ആയി നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, അതായത് ഇത് വളരെ സ്കോളറായിട്ടുള്ള ഒരു എയ്ത്തൊന്നുമല്ല. ഹി ദെൻ ടോക്സ് ഓഫ് ഹൗ ഹിസ് ആപ്ലിക്കേഷൻ ടു ട്രിനിറ്റി കോളേജ് ഇൻ കാംബ്രിഡ്ജ് വാസ് റിജക്റ്റഡ്. പിന്നെ അദ്ദേഹം പറയുന്നത് എനിക്ക് ട്രിനിറ്റി കോളേജ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ എനിക്ക് അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു. അപ്പോൾ വെൻ ഹി ട്രൈ ടു ഗെറ്റ് ഇൻ ഫോർ ഗ്രാജുവേഷന് വേണ്ടി അയാൾ അവിടെ പോയപ്പോൾ, അവിടെ അപേക്ഷ കൊടുത്തപ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ഹി തിങ്സ് ദാറ്റ് ഹാഡ് ഹി ബീൻ ടേക്കൺ ഇൻ ടു ദ കാംബ്രിഡ്ജ് ബാക്ക് ദെൻ. പിന്നെ അദ്ദേഹം പറയുകയാണ്, എന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നുവെങ്കിൽ ദിസ് എസ്സേ ദാറ്റ് വി ആർ റീഡിങ് റൈറ്റ് നൗ വുഡ് ഹാവ് ബീൻ മോർ സ്കോളർലി റാദർ ദാൻ ബീയിങ് എ പേഴ്സണൽ. അദ്ദേഹം പറയുകയാണ്, ഞാനൊരു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് എനിക്കവിടെ ഒരു ആപ്ലിക്കേഷനൊക്കെ കിട്ടി ഞാൻ അവിടെ പഠിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ എഴുതുന്ന എസ്സേ ഇറ്റ് ഷുഡ് ബി മോർ സ്കോളർലി, വളരെ സ്കോളർലി ആകുമായിരുന്നു ദാൻ പേഴ്സണൽ ഓർ സബ്ജക്റ്റീവ് സ്റ്റോറി. ഞാനിപ്പോൾ എഴുതിയ ഈ രൂപം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മിയർ പേഴ്സണൽ ആൻഡ് സബ്ജക്റ്റീവാണ്. എൻ്റെ വെറും ഓട്ടോബയോഗ്രഫിക്കലായിട്ട് എൻ്റെ പേഴ്സണൽ എലമെൻറ്റ്സ് മാത്രമാണ് എഴുതിയത്. അപ്പോൾ അഥവാ ഞാനിത് എന്ത് ചെയ്തിരുന്നുവെങ്കിൽ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടാണ് ഞാനിത് എഴുതുന്നതെങ്കിൽ ഇത് വളരെ സ്കോളറിലാകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് ദ സബ്ജക്റ്റീവ് സ്റ്റോറി ഓഫ് എ ബോയ് ഗ്രോയിങ് അപ്പ് ഇൻ എ ബ്രിട്ടീഷ് റൂൾ ഇൻ നൈജീരിയൻ ബ്രിട്ടീഷ് റൂളിൽ വളർന്നു വന്ന ഒരു കുട്ടിയുടെ, ഒരു ബോയിയുടെ ലൈഫാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. സോ ബേസിക്കലി ഹി സെയിങ് ദാറ്റ് ഇറ്റ് ഹാസ് ടേൺ ഇൻ ടു എ റൈറ്റർ റാദർ ദാൻ എ സ്കോളർ. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു റൈറ്ററാണ് ആയത്, എന്തല്ല ഒരു സ്കോളറല്ല. ഓക്കെ, അദ്ദേഹം വളരെ ഒരു കോമൺ ആയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായത് കൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, ഇവിടെ ഞാനൊരു റൈറ്ററായിട്ടാണ് എഴുതുന്നത്, അല്ലാതെ സ്കോളറായിട്ടല്ല. ഹി ദെൻ നെറേറ്റ്സ് ഹൗ ഹി വാസ് ഡിഫൈൻഡ് ആസ് എ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ വെൻ ഹി നീഡഡ് ടു ഗെറ്റ് എ പാസ്പോർട്ട് ഫോർ ഹിസ് ഫസ്റ്റ് ട്രാവൽ എബ്രോഡ്. പിന്നെ അദ്ദേഹം പറയുകയാണ്, ആദ്യമായിട്ട് പുറത്ത് എബ്രോഡിൽ പോകാൻ വേണ്ടി അദ്ദേഹം ഒരു പാസ്പോർട്ടിന് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തെ നെറേറ്റ് ചെയ്തത് ഹി വാസ് എ ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ, ബ്രിട്ടീഷ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് അദ്ദേഹത്തെ കൺസിഡർ ചെയ്തത്. കാരണം ബ്രിട്ടീഷിൻ്റെ പ്രൊട്ടക്ഷനിൽ ജീവിക്കുന്ന, നൈജീരിയയിൽ ജീവിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ലാബൽ ചെയ്തത്. ദിസ് ഹാപ്പൻഡ്
3 years before Nigeria got independence from the colonial rule. നൈജീരിയക്ക് ഇൻഡിപെൻഡൻ്റ് ആകുന്നതിൻ്റെ 3 വർഷം മുമ്പാണ് ഈ ഒരു സംഭവം നടന്നത്. ഹി ദെൻ സേസ് ദാറ്റ് ഇഫ് എനിവൺ എക്സ്പെക്ട് ഹിം ടു ടോക്ക് അബൌട്ട് കൊളോണിയലിസം ഹി വിൽ ഓൺലി ഹിയർ ദ ഡിസ്അഡ്വാൻറ്റേജ് ഓർ ദ കോൺസ് ഓഫ് ദ കൊളോണിയലിസം ഫ്രം അച്ചേബേസ് മൗത്ത്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എൻ്റെ വായിൽ നിന്ന് ഈ ഒരു എസ്സേയിലൂടെ കോളനി വൽക്കരത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക എന്ത് മാത്രമാണ് അതിൻ്റെ മോശമായ വശങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജിനെ കുറിച്ചും അതിൻ്റെ കോൺസിനെ കുറിച്ചും അതിൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ചും മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. ആൻഡ് ഹി വിഷസ് ടു ടേക്ക് the middle ground for this purpose and goes on to explain why the Igbo people consider the middle ground lucky people. അദ്ദേഹം പറയുകയാണ്, ഞാനിവിടെ എടുക്കുന്നത് ഇഗ്ബോ പീപ്പിൾ, ദേ വർ കൺസിഡേർഡ് ആസ് ദ മിഡിൽ ഗ്രൗണ്ട് പീപ്പിൾ. അതായത് അവരെന്തായിട്ടാണ് അറിയപ്പെടുന്നത്? മിഡിൽ ഗ്രൗണ്ട് പീപ്പിളായിട്ടാണ്. അവരെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു എസ്സേയിലൂടെ സംസാരിക്കുന്നത്. In the next few paragraphs, Achebe gives us a brief sketch of the Igbo people. പിന്നെ അദ്ദേഹം എന്തിനെക്കുറിച്ച് പറയുകയാണ്? ഇഗ്ബോ പീപ്പിളിനെ കുറിച്ച് പറയുകയാണ്. He writes that when a conflict arises between themselves, the Igbo are more bothered about restoring the peace than thinking about who is right or wrong. അദ്ദേഹം പറയുകയാണ്, ഇഗ്ബോ പീപ്പിൾ എന്ന് പറയുന്ന നൈജീരിയയിലുള്ള ഗോത്രക്കാരുടെ, അദ്ദേഹത്തിൻ്റെ ഗോത്രവർഗ്ഗക്കാരുടെ പ്രത്യേകത, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യാൻ നോക്കും? ട്രൈസ് ടു റിസ്റ്റോർ ദ പീസ്, എന്ത് സമാധാനം നിലനിർത്താൻ നോക്കും. എന്തിനേക്കാളും റദർ ദാൻ തിങ്കിങ് അബൌട്ട് ഹൂ ഈസ് റൈറ്റ് ആൻഡ് ഹൂ ഈസ് റോങ്, എന്തിനെക്കുറിച്ച് സംസാരിക്കാതെ ഏതാണ് ശരി, ആരാണ് ശരി, ഏതാണ് തെറ്റ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാതെ അദ്ദേഹം എന്തിനാണ് ശ്രമിക്കുക? ഇഗ്ബോ പീപ്പിൾ എന്തിനാണ് ശ്രമിക്കുക? അവിടെ പീസ്, സമാധാനം നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. Then he described the Igbo community as a practical and realistic people. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ വളരെ പ്രാക്ടിക്കലാണ് ആൻഡ് റിയലിസ്റ്റിക് ആണ്. who are not dreaming or romantic. they are not in a dreamy or romantic world. This Igbo people. He declares that marriage is not an easy and colonial role was even stronger than any marriage in the Igbo community. അദ്ദേഹം പറയുകയാണ്, സത്യത്തിൽ മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ഇറ്റ് ഈസ് എന്താ പറയുക നോട്ട് അറ്റ് ഓൾ ഈസി, അല്ലേ? മാരേജ് എന്ന് പറയുന്ന പ്രോസസ്സ് ഈസി അല്ല. പക്ഷെ അതിലും ഡിഫിക്കൾട്ടാണ് ദിസ് കൊളോണിയൽ റൂൾ. ഈ ഒരു കോളനി റൂളിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ he promises his readers that he would not discuss colonialism here. അദ്ദേഹം പറയുകയാണ്, ഞാനിവിടെ എന്തിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്? കൊളോണിയലിസത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ബട്ട് ഹി ഇൻറ്റൻഡഡ് ടു സിംപ്ലി പുട്ട് ഫോർവേഡ് ഹിസ് ബേസിക് റീസൺ ഓഫ് ദ ഒബ്ജെക്ഷൻ ടുവേർഡ്സ് കൊളോണിയൽ റൂൾസ്. എന്തൊക്കെയാണ് എന്തിനെക്കുറിച്ചുള്ള ഒബ്ജെക്ഷൻ? കൊളോണിയൽ റൂൾസിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒബ്ജെക്ഷൻസാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആൻഡ് ഹി വ്യൂസ് ദാറ്റ് കൊളോണിയലിസം ആസ് എ മേജർ ക്രൈം ആസ് ഇറ്റ് tear away the personal identity. അദ്ദേഹം പറയുകയാണ്, കൊളോണിയലിസം എന്ന് പറയുന്നത് ഒരു വലിയ ക്രൈമാണ്. കാരണം അത് വ്യക്തികളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയെ ഇല്ലാതാക്കും, ടിയർ ചെയ്യും. ആൻഡ് ഓൾസോ their history, പിന്നെ അവരുടെ ഹിസ്റ്ററി ഇല്ലാതാക്കും. അതായത് ഇറ്റ് വിൽ ടിയർ, ദ കൊളോണിയലിസം ഈസ് എ മേജർ ക്രൈം ബിക്കോസ് ഇറ്റ് വിൽ ടിയർ അവേ ദ പേഴ്സണൽ ഐഡൻറ്റിറ്റി ഓഫ് ദ സ്പീക്കർ, ദ പേഴ്സണൽ ഐഡൻറ്റിറ്റി. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയെയും അയാളുടെ ഹിസ്റ്ററിയെയും പിന്നെയോ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് ദിസ് കൊളോണിയലിസം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ pretend that the victim is the same kind of inferior or minor who needs protection. അതായത് കോളനി വൽക്കരിക്കുന്ന ആൾക്കാർ, അതായത് കൊളോണൈസർ എന്ത് ചെയ്യും? അവരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയും ഹിസ്റ്ററിയും ഇല്ലാതാക്കിയതിന് ശേഷം they pretend that the people in which they are colonizing, അവർ കോളനൈസ് ചെയ്യുന്ന കൺട്രിയിലുള്ള ജനങ്ങൾ എന്ന് പറയുന്നാൽ they were the minor people or they need protection and they were inferior. അതായത് അവർ ഒന്നിനും കഴിവില്ലാത്തവരാണ്, വളരെ വീക്കാണ്, വളരെ ഇൻഫീരിയറാണ്, മൈനറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താവശ്യമാണ്? പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് അവരെന്ത് ചെയ്യും? പ്രിറ്റൻഡ് ചെയ്യും. ഹി സേസ് ദാറ്റ് ഈവൻ ദ പേഴ്സൺ കമ്മിറ്റിംഗ് ദിസ് ക്രൈം, അതായത് ഈ ഒരു കോളനൈസർ
അയാൾ ഈ ചെയ്യുന്ന ക്രൈം എന്ന് പറയുന്നത് ഹീസ് ഡൂയിങ് എ ക്രൈം, അദ്ദേഹത്തിന് തന്നെ അറിയാം ഹീസ് ഡൂയിങ് എ ക്രൈം, അയാൾ ചെയ്യുന്നത് എന്താണെന്ന്, ക്രൈം ആണെന്ന്. സോ ഹി ട്രൈസ് ടു ഹൈഡ് ദിസ് റോബറി ആൻഡ് ഹീസ് ഡെഫ്റ്റ് ആൻഡ് ഹീസ് കമ്മിറ്റിംഗ് ബൈ പ്രിറ്റൻഡിങ് ടു ബി ദ പ്രൊട്ടക്ടർ. അതായത് അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യാണ്, ഹി ട്രൈസ് ടു ഹൈഡ് ഹിസ് റോബറി, അദ്ദേഹത്തിൻ്റെ റോബറിയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക തിന്മകളും അദ്ദേഹം എന്ത് ചെയ്യാൻ നോക്കും, ഹൈഡ് ചെയ്യാൻ നോക്കും ബൈ പ്രിറ്റൻഡിങ് ടു ബി എ പ്രൊട്ടക്ടർ, ആരായിട്ട്, ഒരു പ്രൊട്ടക്ടറുടെ റോൾ എടുത്തുകൊണ്ട്. ആൻഡ് ഹി കോൾസ് ദിസ് പ്രിറ്റൻഷൻ ആസ് ഷെയിംലെസ് കൈൻഡ് ഓഫ് ഹിപ്പോക്രസി. അദ്ദേഹം പറയുകയാണ് ഈ ഒരു അവരുടെ പ്രിറ്റൻഷൻ, അഭിനയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി എ ഹിപ്പോക്രസിയാണ്, ഇത് വെറും ഒരു കാപഢ്യമാണ്. ആരുടേത്, കോളനൈസറുടേത്. അതായത് ജനങ്ങളെ എന്ത് ചെയ്തുകൊണ്ട് വളരെയധികം ചൂഷണം ചെയ്ത് ഒരു പ്രൊട്ടക്ടറുടെ റോളിൽ അവരുടെ മുന്നിലേക്ക് വരുന്നത് ഇറ്റ് ഈസ് റിയലി എ ഹിപ്പോക്രസി. ദെൻ ഹീ ഗോസ് ഓൺ ടു ടോക്ക് അബൌട്ട് ദ വിക്ടിം ഓർ ദ കോളനൈസ്ഡ്. പിന്നെ ആരെക്കുറിച്ച് പറയുകയാണ്, ഇതിന് വിക്ടിം, ഇരകളെക്കുറിച്ച്, കോളനൈസ്ഡ് ചെയ്യപ്പെട്ട ആൾക്കാരെക്കുറിച്ച്. ദ വിക്ടിംസ് ലിവ്സ് ഓൺ ആൻഡ് ഹി എക്സ്പെക്റ്റ് ഹിസ് ഫെയ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹ്യൂമർ. അതായത് അവർ ഒരു കാഴ്ചപ്പാട്, ഒരു ഹ്യൂമർ ആയിട്ടുള്ള തമാശ രൂപേണയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവരെന്തിനെ നോക്കിക്കാണുന്നത്. ഹി ദെൻ ഗോസ് ഓൺ ടു ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് ദ കോളനൈസ്ഡ് ബൈ ഗിവിങ് എൻ എക്സാമ്പിൾ ഫ്രം ഹിസ് മദേഴ്സ് ലൈഫ് എക്സ്പീരിയൻസ്. അദ്ദേഹം കോളനൈസറുടെ, അതായത് വിക്ടിമിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് തൻ്റെ അമ്മയുടെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടാണ്. അതായത് in return for her education, she had to work as a domestic servant at her school principal's house. അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നത് തൻ്റെ അമ്മയ്ക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി അമ്മ എന്ത് ചെയ്യേണ്ടി വന്നു, ഒരു ഡൊമസ്റ്റിക് വർക്ക് എവിടെ ചെയ്യേണ്ടി വന്നു, അതായത് ഡൊമസ്റ്റിക് സെർവൻ്റ് ആവേണ്ടി വന്നു. എവിടെ, അറ്റ് ഹെർ സ്കൂൾ പ്രിൻസിപ്പൽസ് ഹൗസ് ആണ്. അതായത് സ്കൂൾ പ്രിൻസിപ്പളുടെ വീട്ടിൽ അമ്മയ്ക്ക് എന്താകേണ്ടി വന്നു, സെർവൻ്റ് ആകേണ്ടി വന്നു എന്നതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഹു വാസ് നോട്ട് എ നാറ്റി ബട്ട് സംവൺ ഫ്രം ദി വെസ്റ്റ്. അതായത് ആ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഒരു വെസ്റ്റിൽ നിന്ന് വന്ന ആളായിരുന്നു. ആൻഡ് വാസ് ഗിവൺ എ ബീറ്റിംഗ് ഫോർ ലാഫിംഗ് ദ പ്രിൻസിപ്പൽ വെൻ ഷീ ട്രൈഡ് ടു സ്പീക്ക് ഇഗ്ബോ ലാംഗ്വേജ് ആണ്. അതായത് അവിടെ അമ്മയ്ക്ക് എന്ത് കിട്ടുകയാണ്, അമ്മയെ അവിടെ എന്ത് ചെയ്യുന്നു, മർദ്ദിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രിൻസിപ്പൽ എന്തിനെക്കുറിച്ച്, വെൻ ദ പ്രിൻസിപ്പൽ ട്രൈ ടു സ്പീക്ക് ഇഗ്ബോ ലാംഗ്വേജ് ആണ്. ഇഗ്ബോ ലാംഗ്വേജ് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ നെറേച്ചറുടെ അമ്മ ചിരിച്ചതിന് പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നുണ്ട്, ബീറ്റ് ചെയ്യുകയാണ് ആരെ, അമ്മയെ. And by the time Achebe started going to school, native teachers had begun to teach, but the system of punishment like using the rod to beat children remained the same. പിന്നെ ചിന്നു അച്ചേബയുടെ കാലത്ത് ആകുമ്പോഴത്തേക്കും സ്കൂൾ ടീച്ചറായിട്ട് നാറ്റീവ് പീപ്പിൾ തന്നെ വന്നെങ്കിൽ പോലും അവിടെ കുട്ടികളെ കുട്ടികളെ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു, റോഡ് കൊണ്ട്, അതായത് കയറും മറ്റും ഉപയോഗിച്ച് കുട്ടികളെ ബീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അപ്പോഴും അവിടെ എന്ത് ചെയ്തു, നിലകൊണ്ടു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഈ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം.